ഉത്തരാഖണ്ഡിലെ പവിത്രമായ തീർത്ഥാടന നഗരമായ ഹരിദ്വാറിലാണ് നമ്മുടെ കഥ നടക്കുന്നത്. ഗംഗാ നദിയുടെ തീരത്തുള്ള ഈ മനോഹരമായ നഗരത്തിൽ പ്രശസ്തിയും പണവും കൊണ്ട് തലയുയർത്തി നിന്നിരുന്ന ഒരു കുടുംബമായിരുന്നു മഹേന്ദ്ര ചൗഹാന്റേത്. നഗരത്തിലെ ഏറ്റവും വലിയ ഗവൺമെന്റ് കോൺട്രാക്ടർമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. വലിയ കൊട്ടാരം പോലുള്ള വീട്, ആഡംബര കാറുകൾ, കൈനിറയെ ജോലി ചെയ്യുന്ന വേലക്കാർ, അങ്ങനെ ആ കുടുംബത്തിൽ ഭൗതിക സുഖങ്ങൾക്കൊന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. സമൂഹത്തിൽ വലിയ ബഹുമാനവും സ്വാധീനവും മഹേന്ദ്ര ചൗഹാനുണ്ടായിരുന്നു. ഈ വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഏക അവകാശിയായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ പ്രഭാത്. ചെറുപ്പം മുതലേ ചോദിച്ചതെന്തും നിമിഷ നേരം കൊണ്ട് കൈവേളയിൽ കിട്ടി വളർന്നതുകൊണ്ട് തന്നെ പ്രഭാതിന് പണത്തിനോടും പദവിയോടും ഒരു പ്രത്യേക അഹങ്കാരമുണ്ടായിരുന്നു. എന്തും പണം കൊണ്ട് വിലക്ക് വാങ്ങാം എന്ന ചിന്ത അവന്റെ മനസ്സിൽ ചെറുപ്പത്തിലേ ഉറച്ചു പോയിരുന്നു. പാവപ്പെട്ടവരോടും സാധാരണക്കാരോടും സംസാരിക്കുമ്പോൾ അവന്റെ ശബ്ദത്തിൽ എപ്പോഴും ഒരു പരിഹാസവും അധികാരഭാവവും നിഴലിച്ചിരുന്നു. അച്ഛന്റെ തണലിൽ വളർന്ന അവൻ പണമുണ്ടാക്കാൻ ബുദ്ധിമുട്ടുന്ന മനുഷ്യരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ ഒരിക്കലും മനസ്സിലാക്കാൻ ശ്രമിച്ചതേയില്ല. പഠനം പൂർത്തിയാക്കിയ ശേഷം അവൻ സ്വാഭാവികമായും അച്ഛന്റെ വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ മേൽനോട്ടം ഏറ്റെടുത്തു. ബിസിനസ്സിൽ അവൻ മിടുക്കനായിരുന്നുവെങ്കിലും തൊഴിലാളികളോടുള്ള അവന്റെ പെരുമാറ്റം പലപ്പോഴും ക്രൂരമായിരുന്നു. കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് പ്രഭാതിന്റെ വിവാഹം കഴിഞ്ഞത്. റീത്ത എന്ന സുന്ദരിയും സംസ്കാര സമ്പന്നയുമായ പെൺകുട്ടിയാണ് അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. റീത്ത കാണാൻ എത്രത്തോളം മനോഹരമായിരുന്നോ അതിനേക്കാൾ ഏറെ ചിന്തകളിൽ പക്വതയുള്ളവളായിരുന്നു അവൾ. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് വളർന്നതുകൊണ്ട് തന്നെ പണത്തിന്റെ പ്രൗഢിയേക്കാൾ മനുഷ്യത്വത്തിനും സ്നേഹത്തിനുമാണ് അവൾ പ്രാധാന്യം നൽകിയത്. പാവപ്പെട്ടവരോട് കരുണ കാണിക്കാനും മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കാനും അവൾക്ക് പ്രത്യേക ശ്രദ്ധയുണ്ടായിരുന്നു. വിവാഹശേഷമുള്ള ആദ്യ നാളുകൾ വളരെ സന്തോഷത്തോടെയാണ് കടന്നുപോയത്. പുറമേ നിന്ന് നോക്കുന്നവർക്കെല്ലാം തോന്നിയിരുന്നത് ഇവർ രണ്ടുപേരും പരസ്പരം ഒത്തുപോകുന്ന നല്ലൊരു ദമ്പതികളാണെന്നാണ്. മഹേന്ദ്ര ചൗഹാനും തന്റെ മകന് നല്ലൊരു ഭാര്യയാണ് ലഭിച്ചതെന്ന് ഓർത്ത് സന്തോഷിച്ചു. എന്നാൽ പലപ്പോഴും മനുഷ്യൻ സ്വയം ഏറ്റവും സന്തുഷ്ടനാണെന്ന് കരുതുന്ന നിമിഷത്തിലായിരിക്കും ജീവിതം അവനെ ഏറ്റവും വലിയ പരീക്ഷകളിലേക്ക് തള്ളിവിടുന്നത്. പ്രഭാതിന്റെ ഉള്ളിലെ വലിയ അഹങ്കാരം അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പതുക്കെ വിള്ളലുകൾ വീഴ്ത്താൻ തുടങ്ങി. പുറത്തു പോകുമ്പോഴും വീട്ടിൽ വെച്ചും പ്രഭാത് സാധാരണക്കാരായ മനുഷ്യരെ അവരുടെ സാമ്പത്തിക അവസ്ഥ നോക്കി തരം താത്തി സംസാരിക്കുന്നത് റീത്ത ശ്രദ്ധിച്ചു. ഇത് അവളെ വളരെയധികം വേദനിപ്പിച്ചു. അവൾ പലതവണ വളരെ ശാന്തമായി അവനെ തിരുത്താൻ ശ്രമിച്ചു. പ്രഭാത് മനുഷ്യന്റെ യഥാർത്ഥ വ്യക്തിത്വം അവന്റെ ബാങ്ക് അക്കൗണ്ടിലെ പണത്തിലല്ല, മറിച്ച് അവൻ തന്നേക്കാൾ താഴെയുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നതിലാണ് എന്നവൾ അവനെ സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പ്രഭാത് അവളുടെ വാക്കുകളെ ഒരിക്കലും ഗൗരവമായി എടുത്തില്ല. അവൻ വിചാരിച്ചത് റീത്തക്ക് പുറം ലോകത്തെക്കുറിച്ചോ ബിസിനസ് ലോകത്തെക്കുറിച്ചോ വലിയ ധാരണയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നാണ്. അവൾ വെറും ഒരു സ്ത്രീയാണെന്നും തന്റെ കാര്യങ്ങളിൽ ഇടപെടേണ്ടതില്ലെന്നും അവൻ കാണിച്ചു തന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മഹേന്ദ്ര ചൗഹാന് തന്റെ ഒരു പഴയ സുഹൃത്തിനെ കാണാൻ ഡെറാഡൂണിലേക്ക് പോകേണ്ട ഒരാവശ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ബിസിനസ്സിലെ വളരെ പ്രധാനപ്പെട്ട ചില ഔദ്യോഗിക കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിരുന്നു ആ യാത്ര. എന്നാൽ യാത്ര തിരിക്കേണ്ട ദിവസം രാവിലെ ബിസിനസ്സിൽ പെട്ടെന്നൊരു അടിയന്തര തിരക്ക് വന്നത് കാരണം അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല. ആ യാത്ര മുടക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് അദ്ദേഹം പ്രഭാതിനെയും റീത്തയെയും അങ്ങോട്ടേക്ക് അയക്കാൻ തീരുമാനിച്ചു. ഒരു മാറ്റം ആഗ്രഹിച്ചിരുന്ന റീത്തക്ക് ആ യാത്ര സന്തോഷം നൽകുന്നതായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ ഇരുവരും തങ്ങളുടെ പുതിയ ആഡംബര കാറിൽ ഡെറാഡൂണിലേക്ക് യാത്ര തിരിച്ചു. വഴിയിലുടനീളം പ്രഭാത് തന്റെ ബിസിനസ് വിജയങ്ങളെക്കുറിച്ചും പുതിയ പ്രൊജക്ടുകളെക്കുറിച്ചും വാതോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നു. റീത അതെല്ലാം കേട്ട് പുഞ്ചിരിച്ചു കൊണ്ടിരുന്നു. മലനിരകളിൽ നിന്ന് വീശിയടിക്കുന്ന തണുത്ത കാറ്റും പച്ചപ്പും നിറഞ്ഞ മനോഹരമായ കാലാവസ്ഥ അവരുടെ യാത്രയെ കൂടുതൽ ആനന്ദകരമാക്കി മാറ്റി. റോഡിൽ വലിയ തിരക്കുകൾ ഇല്ലാതിരുന്നതിനാൽ പ്രഭാത് നല്ല വേഗത്തിലാണ് കാർ ഓടിച്ചിരുന്നത്. എന്നാൽ ഈ യാത്ര തങ്ങളുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണെന്നോ തങ്ങൾക്കിടയിൽ നികത്താനാവാത്ത ഒരു വലിയ തകർച്ചക്ക് ഇത് കാരണമാകുമെന്നോ അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ഉച്ചയോടടുത്തപ്പോൾ പ്രഭാതിന്റെ ആഡംബര കാർ മലയോര പാതകൾ പിന്നിട്ട് കുന്നിൻ ചെരുവിലെ ഒരു ചെറിയ ടൗണിന് സമീപമെത്തി. പ്രകൃതി ഭംഗി നിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ പെട്ടെന്നാണ് റോഡിന്റെ ഒരു വശത്ത് തടസ്സങ്ങൾ കണ്ടത്. അവിടെ പൊതുമരാമത്ത് വകുപ്പിന്റെ വലിയൊരു റോഡ് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ടായിരുന്നു.
കത്തുന്ന ഉച്ചവെയിലിൽ ശരീരത്തിൽ നിന്നും വിയർപ്പൊഴുകി ഒരു പറ്റം സാധാരണക്കാരായ തൊഴിലാളികൾ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു. റോഡ് വീതി കൂട്ടുന്നതിനായി മണ്ണും കല്ലും മാറ്റുന്ന ജോലികളാണ് അവിടെ നടന്നിരുന്നത്. പ്രഭാത് തന്റെ കാറിന്റെ വേഗത ഒരൽപ്പം കുറച്ചെങ്കിലും അവന്റെ മുഖത്ത് അക്ഷമ വ്യക്തമായിരുന്നു. സമയത്തിന് ഡെറാഡൂണിൽ എത്തണമെന്ന ചിന്ത മാത്രമായിരുന്നു അവന്റെ മനസ്സിൽ. ആ സമയത്താണ് റോഡരികിൽ പണിതുകൊണ്ടിരുന്ന ഒരു പ്രായമായ തൊഴിലാളിയുടെ കയ്യിൽ നിന്നും മണ്ണും കല്ലും നിറഞ്ഞ ഒരു വലിയ ഇരുമ്പ് ട്രോളി അബദ്ധത്തിൽ കൈവിട്ടു പോയത്. നിയന്ത്രണം നഷ്ടപ്പെട്ട ആ ട്രോളി നേരെ വന്നു നിന്നത് പ്രഭാത് ഓടിച്ചിരുന്ന കാറിന് തൊട്ടു മുന്നിലായിരുന്നു. അപ്രതീക്ഷിതമായ ഈ തടസ്സം കണ്ട് പ്രഭാത് കടുത്ത ദേഷ്യത്തോടെ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു. ടയറുകൾ റോഡിൽ ഉരസുന്ന വലിയൊരു ശബ്ദത്തോടെ കാർ നിന്നു. കാറിന്റെ മുൻഭാഗം ആ ട്രോളിയിൽ മുട്ടിയില്ല എന്ന അവസ്ഥയിലായിരുന്നു. വലിയൊരു അപകടം ഒഴിഞ്ഞു പോയെങ്കിലും തന്റെ വില കൂടിയ ആഡംബര കാറിന് എന്തെങ്കിലും സംഭവിച്ചോ എന്ന ചിന്ത പ്രഭാതിനെ ഭ്രാന്ത് പിടിപ്പിച്ചു. അവന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. കാറിന്റെ ഡോർ ശക്തമായി തുറന്ന് അവൻ പുറത്തേക്ക് ചാടി. ആ വൃദ്ധനായ തൊഴിലാളിയുടെ അടുത്തെത്തി പ്രഭാത് ഉറക്കെ അലറാൻ തുടങ്ങി. പ്രായത്തിന്റെയോ നരച്ച മുടിയുടെയോ യാതൊരു ബഹുമാനവുമില്ലാതെ വളരെ മോശവും ക്രൂരവുമായ വാക്കുകൾ ഉപയോഗിച്ചാണ് അവൻ ആ പാവ മനുഷ്യനെ അപമാനിച്ചത്. നിനക്കൊന്നും കണ്ണില്ലേ? നീയൊക്കെ അധ്വാനിച്ചാൽ നിന്റെ 7 തലമുറ വിചാരിച്ചാലും ഇതിന്റെ ഒരു സ്ക്രാച്ച് മാറ്റാനുള്ള പണം ഉണ്ടാക്കാൻ കഴിയില്ല എന്നിങ്ങനെ പ്രഭാത് ഉറക്കെ വിളിച്ചു പറഞ്ഞു. കത്തുന്ന വെയിലിൽ പണിയെടുത്തു തളർന്ന ആ വൃദ്ധൻ പ്രഭാതിന്റെ ഈ ആക്രോശം കണ്ട് ഭയന്നുപോയി. അവനൊന്നും മിണ്ടാതെ കണ്ണീരോടെ തലകുനിച്ച് കൈകൾ കൂപ്പി പ്രഭാതിന്റെ മുൻപിൽ മാപ്പിരന്നു നിന്നു. ചുറ്റും കൂടി നിന്ന മറ്റു തൊഴിലാളികളും നാട്ടുകാരും പ്രഭാതിന്റെ ഈ ക്രൂരമായ പെരുമാറ്റം കണ്ട് അസ്വസ്ഥരായി. എന്നാൽ അവന്റെ പണക്കൊഴുപ്പും പ്രൗഢിയും കണ്ട് ആരും മുന്നോട്ട് വന്ന് സംസാരിക്കാൻ ധൈര്യപ്പെട്ടില്ല. കാറിനുള്ളിലിരുന്ന രീതക്ക് ഈ കാഴ്ച ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. തന്റെ ഭർത്താവ് ഒരു പാവ മനുഷ്യനെ ഇത്രമാത്രം ക്രൂരമായി അപമാനിക്കുന്നത് കണ്ട് അവളുടെ ചോര തിളച്ചു. അവൾ വേഗത്തിൽ കാറിന്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങി പ്രഭാതിനെ തടഞ്ഞു. പ്രഭാത്, നിർത്ത്. നീ ചെയ്യുന്നത് വലിയ തെറ്റാണ്. അബദ്ധമാർക്കും പറ്റാം. പ്രായത്തിൽ നിന്റെ അച്ഛന്റെ പ്രായമുള്ള ഒരാളോട് ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് എന്നവൾ അവന്റെ കൈക്ക് പിടിച്ച് ശാന്തമായി ചോദിച്ചു. രീതയുടെ ഈ ഇടപെടൽ പ്രഭാതിനെ കൂടുതൽ പ്രകോപിച്ചു. വഴിപോക്കരായ ആളുകളുടെയും പാവപ്പെട്ട തൊഴിലാളികളുടെയും മുന്നിൽ വെച്ച് സ്വന്തം ഭാര്യ തന്നെ തിരുത്താനും ചോദ്യം ചെയ്യാനും തുനിഞ്ഞത് അവന്റെ പുരുഷ അഹങ്കാരത്തിനും പണത്തിന്റെ അഹങ്കാരത്തിനും വലിയൊരു മുറിവേൽപ്പിച്ചു. അവന്റെ ദേഷ്യം ഇപ്പോൾ ആ വൃദ്ധനിൽ നിന്നും റീതക്ക് നേരെ തിരിഞ്ഞു. നീ എന്റെ കാര്യത്തിൽ ഇടപെടേണ്ട റീത. ഈ റോഡിൽ കിടക്കുന്ന നിലവാരമില്ലാത്ത പാവങ്ങളുടെ പക്ഷം പിടിക്കുന്നത് നീ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. അത് നിന്റെ വീട്ടിൽ ചെയ്താൽ മതി, എന്റെ മുൻപിൽ വേണ്ട. ഇവനെയൊക്കെ ഇപ്പോൾ തന്നെ പോലീസിൽ ഏൽപ്പിക്കുകയാണ് വേണ്ടത് എന്നവൻ ദേഷ്യത്തോടെ ആക്രോശിച്ചു. എന്നാൽ റീത ഒട്ടും ഭയപ്പെടാതെ അവനെ നോക്കി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. പാവപ്പെട്ടവനായി ജീവിക്കുന്നത് ഒരു കുറ്റമല്ല പ്രഭാത്. അവരും മനുഷ്യരാണ്. അവർക്കും അന്തസ്സുണ്ട്. പണമുള്ളത് കൊണ്ട് നിനക്ക് ആരെയും എന്തും പറയാനുള്ള അവകാശമില്ല. രീതയുടെ ഈ വാക്കുകൾ അവിടെ കൂടി നിന്നവരുടെ മനസ്സിൽ വലിയ ബഹുമാനമുണ്ടാക്കിയെങ്കിലും പ്രഭാതിന് അത് സഹിക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു. അവൻ ദേഷ്യത്തോടെ കാറിന്റെ ഡോർ വലിച്ചടച്ച് അകത്ത് കയറിയിരുന്നു. രീതിയും വേറെ വഴിയില്ലാത്തതിനാൽ കാറിൽ കയറി. യാത്ര വീണ്ടും തുടർന്നെങ്കിലും കാറിനുള്ളിലെ അന്തരീക്ഷം കടുത്ത നിശബ്ദതയാലും ദേഷ്യത്താലും പുകയുകയായിരുന്നു. കാറിന്റെ വേഗത പ്രഭാത് വളരെയധികം കൂട്ടി. അവൾ തന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നാണം കെടുത്തി എന്ന ചിന്ത അവനെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരുന്നു. നീ എപ്പോഴും എന്നെ തെറ്റുകാരനാക്കാൻ മാത്രമാണ് നോക്കുന്നത്, അവൻ കാർ ഓടിക്കുന്നതിനിടയിൽ ദേഷ്യത്തോടെ പറഞ്ഞു. എന്നാൽ രീത ശാന്തമായി മറുപടി നൽകി. ഞാൻ നിന്നെ തെറ്റുകാരനാക്കാൻ നോക്കിയതല്ല പ്രഭാത്. നീ ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചതാണ്. അന്ധമായ പണത്തിന്റെ അഹങ്കാരം നിന്റെ കണ്ണ് മടുപ്പിച്ചിരിക്കുന്നു. തർക്കം പതുക്കെ അതിരു കടക്കാൻ തുടങ്ങി. ഇരുവരും പരസ്പരം വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. പ്രഭാത് തന്റെ അഹങ്കാരത്തിലും റീത തന്റെ ആത്മാഭിമാനത്തിലും ഉറച്ചു നിന്നു. കുറച്ച് കിലോമീറ്ററുകൾ കൂടി മുന്നോട്ട് പോയപ്പോൾ റോഡ് തികച്ചും വിജനമായി മാറി. ചുറ്റും കാടുകളും മലനിരകളും മാത്രമായിരുന്നു. ദേഷ്യം കൂടിയപ്പോൾ പ്രഭാത് പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് കാർ വഴിയരികിൽ ഒതുക്കി നിർത്തി. അവൻ രീതിക്ക് നേരെ തിരിഞ്ഞ് കടുത്ത സ്വരത്തിൽ പറഞ്ഞു. എന്റെ പെരുമാറ്റം നിനക്ക് അത്രക്ക് മോശമായി തോന്നുന്നുണ്ടെങ്കിൽ, നീ ഒരു വലിയ ഉത്തമ സ്ത്രീ ചമയുകയാണെങ്കിൽ നീ എന്റെ കൂടെ ഈ കാറിൽ യാത്ര ചെയ്യേണ്ടതില്ല. നിനക്കിപ്പോൾ ഇവിടെ ഇറങ്ങാം. കാര്യങ്ങൾ ഇത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് നീങ്ങുമെന്ന് റീത സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. പ്രഭാതിന്റെ ആ വാക്കുകൾ കേട്ട് റീത ഒരു നിമിഷം സ്തംഭിച്ചുപോയി. സ്വന്തം ഭർത്താവ് തന്നെ ഇത്രയും വിജനമായ അപരിചിതമായ ഒരു കാട്ടുപാതയിൽ തനിച്ചാക്കി ഇറക്കി വിടുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല.
അവന്റെ കണ്ണുകളിൽ ദേഷ്യവും അഹങ്കാരവും മാത്രമാണ് അപ്പോൾ ഉണ്ടായിരുന്നത്. അവിടെ സ്നേഹത്തിന്റെയോ കരുണയുടെയോ ഒരു തരി പോലും അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. കാര്യങ്ങൾ ഇത്രക്ക് വഷളാകുമെന്ന് അവൾ കരുതിയിരുന്നില്ലെങ്കിലും അവൾക്കും സ്വന്തമായി ഒരു ആത്മാഭിമാനം ഉണ്ടായിരുന്നു. പ്രഭാതിന്റെ മുൻപിൽ കരഞ്ഞു പറഞ്ഞ് കാലു പിടിക്കാൻ അവളുടെ മനസ്സ് അനുവദിച്ചില്ല. സ്നേഹവും പരസ്പര ബഹുമാനവും ഇല്ലാത്ത ഒരു ബന്ധത്തിൽ ഒന്നിച്ച് യാത്ര ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല പ്രഭാത് എന്നവൾ വിറക്കുന്ന എന്നാൽ ഉറച്ച സ്വരത്തിൽ മറുപടി നൽകി. ഇരുവരും കുറച്ചു നിമിഷങ്ങൾ കടുത്ത ദേഷ്യത്തോടെ പരസ്പരം നോക്കി നിന്നു. പെട്ടെന്ന് പ്രഭാത് കാറിന്റെ ഗിയർ മാറ്റി ആക്സിലേറ്ററിൽ ശക്തമായി ചവിട്ടി. കാർ വലിയ ശബ്ദത്തോടെ മുന്നോട്ട് കുതിച്ചു പാഞ്ഞു. റീത്ത ആ വിജനമായ റോഡരികിൽ ഒറ്റക്കായി. കാർ ദൂരേക്ക് മറിയുന്നതും അതിൽ നിന്നും ഉയർന്ന പുകപടലങ്ങൾ അന്തരീക്ഷത്തിൽ ലയിക്കുന്നതും അവൾ നിസ്സഹായയായി നോക്കി നിന്നു. കാർ ഓടിച്ചു മുന്നോട്ട് പോയെങ്കിലും പ്രഭാതിന്റെ മനസ്സിൽ ഒരു വലിയ അസ്വസ്ഥത പുകയാൻ തുടങ്ങിയിരുന്നു. എങ്കിലും അവന്റെ അന്ധമായ പുരുഷ അഹങ്കാരം കാർ തിരിച്ചുവിടാൻ അവനെ അനുവദിച്ചില്ല. അവൾ എങ്ങനെയെങ്കിലും ലിഫ്റ്റ് ചോദിച്ചോ മറ്റോ വീട്ടിൽ തിരിച്ചെത്തിക്കോളും. കുറച്ച് കഷ്ടപ്പെടുമ്പോൾ എന്റെ വിലയും പണത്തിന്റെ പവറും അവൾക്ക് മനസ്സിലാകും. ഇനി ഞാൻ അങ്ങോട്ട് ചെന്ന് അവളോട് മിണ്ടില്ല എന്നവൻ സ്വയം ന്യായീകരിച്ചു. എന്നാൽ വഴിയിൽ ഒറ്റപ്പെട്ടു പോയ റീതയുടെ മുൻപിൽ വലിയൊരു പ്രതിസന്ധിയാണ് ഉയർന്നു വന്നത്. ആ വിജനമായ മലയോര മേഖലയിൽ അവൾക്ക് പരിചയമുള്ളവരായി ആരും ഉണ്ടായിരുന്നില്ല. ഏറ്റവും വലിയ വിപത്ത് എന്തെന്നാൽ അവളുടെ മൊബൈൽ ഫോണും പേഴ്സുമെല്ലാം കാറിന്റെ ഡാഷ്ബോർഡിൽ തന്നെയാണ് ഇരുന്നിരുന്നത്. കയ്യിൽ ഒരു രൂപ പോലും ഇല്ലാതെ, ആരോടും സഹായം ചോദിക്കാൻ ഒരു ഫോൺ പോലും ഇല്ലാതെ അവൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. സമയം വളരെ വേഗത്തിൽ കടന്നുപോയി. പതുക്കെ സന്ധ്യയാകാൻ തുടങ്ങി. മലയോര മേഖലയായതുകൊണ്ട് തന്നെ ഇരുട്ട് വളരെ വേഗത്തിലാണ് പടർന്നത്. അതിനോടൊപ്പം കാറ്റിന്റെ ഗതി മാറുകയും കാലാവസ്ഥ പെട്ടെന്ന് വഷളാവുകയും ചെയ്തു. ആകാശത്തെ കറുത്ത മേഘങ്ങൾ ഇരുണ്ടുകൂടുകയും ഇടിയോടുകൂടി ചെറിയ രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങുകയും ചെയ്തു. റീത്ത ഭയന്നു പോയി. കാട്ടുമൃഗങ്ങളോ അതോ അതിലുപരി മോശം മനുഷ്യരോ ആ വഴി കടന്നു വന്നാൽ തന്റെ അവസ്ഥ എന്താകുമെന്നോർത്ത് അവളുടെ ശരീരം വിറച്ചു. അവൾ നനയാതിരിക്കാൻ റോഡരികിലെ ഒരു വലിയ മരത്തിന്റെ ചുവട്ടിൽ അഭയം തേടി. അവളുടെ മുഖത്ത് ഭയവും കണ്ണുകളിൽ കണ്ണീരും വ്യക്തമായിരുന്നു. താൻ ജീവന് തുല്യം സ്നേഹിച്ച ഭർത്താവ് തന്നോട് ഈ ക്രൂരത ചെയ്തല്ലോ എന്നോർത്ത് അവളുടെ മനസ്സ് വിങ്ങിപ്പൊട്ടി. ആ സമയത്താണ് ആ വിജനമായ വഴിയിലൂടെ ദൂരെ നിന്ന് ഒരു ചെറിയ വെളിച്ചം വരുന്നത് കണ്ടത്. പഴയൊരു സൈക്കിളിന്റെ മുന്നിൽ ഘടിപ്പിച്ച ചെറിയ ലൈറ്റിന്റെ വെളിച്ചമായിരുന്നു അത്. ഒരു യുവാവ് ആ സൈക്കിളിൽ വരികയായിരുന്നു. ഒരു സ്ത്രീ ഈ നേരം വൈകിയ സമയത്ത് കനത്ത മഴയത്ത് തനിച്ചു നിൽക്കുന്നത് കണ്ട് അവൻ അത്ഭുതപ്പെട്ടു. അവൻ ആദ്യം കുറച്ചു ദൂരം മുന്നോട്ട് പോയെങ്കിലും എന്തോ ആലോചിച്ച് സൈക്കിൾ തിരിച്ച് റീതയുടെ അടുത്തേക്ക് തന്നെ വന്നു. വിക്രം എന്നായിരുന്നു അവന്റെ പേര്. അടുത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ സൈക്കിളുകളും ചെറിയ യന്ത്രങ്ങളും അറ്റകുറ്റപ്പണി നടത്തുന്ന ഒരു കൊച്ചു കട നടത്തുകയായിരുന്നു അവൻ. വളരെ പാവപ്പെട്ട എന്നാൽ നല്ല മനസ്സിന് ഉടമയായ ഒരു മനുഷ്യനായിരുന്നു വിക്രം. വളരെ മര്യാദയോടെയും ബഹുമാനത്തോടെയും അവൻ അവളോട് ചോദിച്ചു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ സഹോദരി? ഈ സമയത്ത് ഇവിടെ തനിച്ചു നിൽക്കുന്നത് ഒട്ടും സുരക്ഷിതമല്ല. ഞാൻ എന്തെങ്കിലും സഹായിക്കണോ? ആദ്യം റീതക്ക് ഭയം തോന്നി. അപരിചിതനായ ഒരു പുരുഷനെ ഈ സാഹചര്യത്തിൽ എങ്ങനെ വിശ്വസിക്കും എന്നവൾ ചിന്തിച്ചു. അതുകൊണ്ട് അവൾ ഒന്നും പറയാതെ മാറി നിന്നു. എന്നാൽ വിക്രമിന്റെ സംസാരത്തിലെ ആത്മാർത്ഥതയും അവന്റെ കണ്ണുകളിലെ നിഷ്കളങ്കതയും കണ്ടപ്പോൾ അവൾക്ക് പതുക്കെ വിശ്വാസം തോന്നി. തനിക്ക് പറ്റിയ അബദ്ധവും ഭർത്താവ് തന്നെ വഴിയിൽ ഉപേക്ഷിച്ചു പോയ കാര്യവും അവൾ ചുരുക്കത്തിൽ പറഞ്ഞു. എല്ലാം ശ്രദ്ധയോടെ കേട്ട ശേഷം വിക്രം പറഞ്ഞു, കേട്ടതിൽ വളരെ വിഷമമുണ്ട് സഹോദരി. പക്ഷേ ഈ കാട്ടുപാതയിൽ രാത്രി നിൽക്കുന്നത് അപകടമാണ്. മഴ കൂടുകയാണ്. എന്റെ കൂടെ വരാമെങ്കിൽ തൊട്ടടുത്ത ഗ്രാമത്തിൽ എന്റെ അമ്മ താമസിക്കുന്ന ഒരു ചെറിയ വീടുണ്ട്. ഇന്ന് രാത്രി അവിടെ നിൽക്കാം. അമ്മ കൂടെയുള്ളത് കൊണ്ട് ഭയപ്പെടേണ്ടതില്ല. നാളെ രാവിലെ നിനക്ക് അനുയോജ്യമായ നല്ലൊരു തീരുമാനമെടുക്കാം. റീതക്ക് മുന്നിൽ മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. ആ കാട്ടിൽ കിടന്ന് മരിക്കുന്നതിനേക്കാൾ നല്ലത് ആ യുവാവിനെ വിശ്വസിക്കുന്നതാണെന്ന് അവൾക്ക് തോന്നി. വിക്രമിന്റെ മുഖത്ത് സത്യസന്ധത വ്യക്തമായിരുന്നു. കുറച്ച് ആലോചിച്ച ശേഷം അവൾ വിക്രമിനെ വിശ്വസിച്ച് അവന്റെ കൂടെ നടക്കാൻ തീരുമാനിച്ചു. വിക്രം തന്റെ സൈക്കിൾ ഉരുട്ടിക്കൊണ്ട് അവളുടെ കൂടെ നടന്നു. മഴ നനയാതെ അവളെ ഒരു ചെറിയ കുടക്കീഴിൽ നിർത്തി. അവൻ ആ ഇരുട്ടിലേക്ക് വഴി നടത്തി. അവളുടെ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട ആ രാത്രി ഒരു പുതിയ പ്രകാശത്തിലേക്കുള്ള തുടക്കമായിരുന്നുവെന്ന് അവൾ അപ്പോൾ അറിഞ്ഞിരുന്നില്ല. കനത്ത മഴയെയും ഇരുട്ടിനെയും വകവെക്കാതെ വിക്രമിനൊപ്പം ഏകദേശം അരമണിക്കൂറുകളോളം നടന്ന ശേഷമാണ് റീത ആ ചെറിയ ഗ്രാമത്തിലെത്തിയത്. നഗരത്തിലെ ആഡംബരങ്ങളിൽ മാത്രം ജീവിച്ചിരുന്ന അവൾക്ക് ആ കൊച്ചു ഗ്രാമം
തികച്ചും അപരിചിതമായിരുന്നു. വിക്രം അവളെ കൂട്ടിക്കൊണ്ട് പോയത് ഓലമേഞ്ഞ മൺചുവരുകളുള്ള തന്റെ ചെറിയ വീട്ടിലേക്കാണ്. വീടിന്റെ തിണ്ണയിൽ മകനെയും കാത്ത് വിളക്കുമായി നിൽക്കുകയായിരുന്നു അവന്റെ അമ്മ കമലാദേവി. മകനെ അർദ്ധരാത്രിയിൽ നനഞ്ഞു കുളിച്ച് ഒപ്പം അപരിചിതനായ ഒരു പെൺകുട്ടിയുമായി വരുന്നത് കണ്ട് ആ വൃദ്ധ ആദ്യമൊന്ന് അത്ഭുതപ്പെട്ടു. വിക്രം രീതിയെ തിണ്ണയിൽ ഇരുത്തിയ ശേഷം അമ്മയെ മാറ്റി വിളിച്ച് വഴിയിൽ വെച്ച് കണ്ട കാര്യങ്ങളും അവൾക്ക് സംഭവിച്ച ദുരന്തവും ചുരുക്കത്തിൽ വിവരിച്ചു. എല്ലാം കേട്ടപ്പോൾ ആ അമ്മയുടെ മനസ്സലിഞ്ഞു. അവർ യാതൊരുവിധ ചോദ്യങ്ങളും ചോദിച്ച് രീതിയെ ബുദ്ധിമുട്ടിച്ചില്ല. പകരം സ്നേഹത്തോടെ അവളുടെ അരികിലേക്ക് വന്ന് തലയിൽ കൈവച്ച് ആശ്വസിപ്പിച്ചു. പേടിക്കേണ്ട മോളെ, നീ ഇപ്പോൾ സ്വന്തം വീട്ടിലാണെന്ന് കരുതിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നനഞ്ഞ വസ്ത്രങ്ങൾ മാറാനായി തന്റെ പക്കലുണ്ടായിരുന്ന വൃത്തിയുള്ള ഒരു സാധാരണ സാരി അവർ അവൾക്ക് നൽകി. തുടർന്ന് അടുപ്പിൽ കിടന്ന കനലിൽ അവർ രീതക്കായി ചൂടുള്ള കഞ്ഞിയും ചമ്മന്തിയും തയ്യാറാക്കി നൽകി. വലിയ കൊട്ടാരം പോലുള്ള വീട്ടിൽ സ്വർണ്ണ തളികയിൽ വിളമ്പിയ ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിലും ആ പാവം അമ്മ സ്നേഹത്തോടെ വിളമ്പിത്തന്ന ആ കഞ്ഞിക്ക് അമൃതിന്റെ രുചിയുണ്ടായിരുന്നു. വളരെ നാളുകൾക്ക് ശേഷമാണ് രീതക്ക് ഉള്ളിൽ തട്ടിയ ഒരു സ്നേഹവും സുരക്ഷിതത്വവും അനുഭവപ്പെട്ടത്. പണത്തിന്റെ പ്രൗഢിയുള്ള ഭർത്താവിന്റെ വീട്ടിൽ എപ്പോഴും ശ്വാസം മുട്ടലായിരുന്നുവെങ്കിലും ഈ ചെറിയ മൺചുവരുകൾക്കുള്ളിൽ അവൾക്ക് വലിയൊരു സമാധാനം തോന്നി. അന്ന് രാത്രി വിക്രമിന്റെ വീടിന്റെ ചെറിയൊരു മുറിയിൽ കിടക്കുമ്പോൾ രീതയുടെ കണ്ണുകളിൽ ഉറക്കമുണ്ടായിരുന്നില്ല. ജനലിലൂടെ പുറത്ത് പെയ്യുന്ന മഴയിലേക്ക് നോക്കി അവൾ കിടന്നു. ഒരു വശത്ത് താൻ ജീവന് തുല്യം സ്നേഹിച്ച പ്രഭാതിന്റെ ക്രൂരമായ മുഖവും അവൻ പറഞ്ഞ അഹങ്കാരം നിറഞ്ഞ വാക്കുകളും അവളുടെ മനസ്സിനെ കുത്തിനോവിച്ചു. മറുവശത്ത് തന്റെ ജീവിതം ഇനി ഏത് ദിശയിലേക്കാണ് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് അവൾ ചിന്തിച്ചു. ഇനിയൊരിക്കലും പ്രഭാതിന്റെ മുൻപിൽ ചെന്ന് കാല് പിടിക്കില്ലെന്നും സ്വന്തം കാലിൽ നിൽക്കണമെന്നും അവൾ ഉറപ്പിച്ചു. അതേസമയം പുറത്തെ തിണ്ണയിലിരുന്ന് വിക്രം തന്റെ അമ്മയോട് സംസാരിക്കുകയാണ്. അമ്മേ, ആ പെൺകുട്ടി വളരെ മാന്യമായ കുടുംബത്തിലേതാണെന്ന് കണ്ടാൽ അറിയാം. എന്തോ വലിയ തർക്കത്തിന്റെ പുറത്താണ് ഭർത്താവ് അവളെ ഉപേക്ഷിച്ചത്. അവൾക്ക് സുരക്ഷിതമായ ഒരു വഴി ഉണ്ടാകുന്നത് വരെ അവൾ നമ്മുടെ കൂടെ ഇവിടെ താമസിക്കട്ടെ എന്ന് അവൻ പറഞ്ഞു. കമലാദേവി അത് സന്തോഷത്തോടെ സമ്മതിച്ചു. നല്ല കാര്യം മോനെ, ആ പെൺകുട്ടിയുടെ കണ്ണുകളിൽ വലിയൊരു സങ്കടമുണ്ട്. അവളെ നമ്മൾ സംരക്ഷിക്കണം എന്ന് അമ്മ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ രീത ഉണർന്നപ്പോൾ ജനലിലൂടെ സൂര്യപ്രകാശം അകത്തേക്ക് അടിച്ചു കയറി. അവൾ പതുക്കെ എഴുന്നേറ്റ് മുറ്റത്തേക്ക് വന്നു. കമലാദേവി അടുക്കളയിൽ ജോലി ചെയ്യുന്ന തിരക്കിലായിരുന്നു. വിക്രം മുറ്റത്തിരുന്ന് തന്റെ സൈക്കിൾ നന്നാക്കുകയാണ്. രീതിയെ കണ്ടതും ഇരുവരും ഒരുപോലെ ആത്മാർത്ഥമായി പുഞ്ചിരിച്ചു. അവളുടെ ഭൂതകാലത്തെക്കുറിച്ചോ അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചോ ചോദിച്ച് അവൻ അവളെ വീണ്ടും വേദനിപ്പിച്ചില്ല. പ്രഭാത ഭക്ഷണത്തിനിടയിൽ കമലാദേവി രീതിയുടെ കൈകൾ ചേർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, നിനക്ക് എത്ര നാൾ വേണമെങ്കിലും ഇവിടെ താമസിക്കാം. നിന്റെ സ്വന്തം അമ്മയായി എന്നെ കരുതിക്കോളൂ. ഈ വാക്കുകൾ കേട്ടപ്പോൾ രീതിയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഭർത്താവിന്റെ വീട്ടിൽ പണമുണ്ടായിരുന്നിട്ടും കിട്ടാത്ത വലിയൊരു ബഹുമാനവും സ്നേഹവുമാണ് ഈ പാവപ്പെട്ട മനുഷ്യർ അവൾക്കൊരു രാത്രി കൊണ്ട് നൽകിയത്. മറ്റാരുടെയും മുൻപിൽ ഒരു ഭാരമായി ജീവിക്കില്ലെന്നും ഈ കുടുംബത്തെ സഹായിച്ചുകൊണ്ട് സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കണമെന്നും രീത ആ നിമിഷം മനസ്സിൽ ഉറപ്പിച്ചു. അതേസമയം ഹരിദ്വാറിലെ വലിയ ബംഗ്ലാവിൽ പ്രഭാതിന്റെ അവസ്ഥ തികച്ചും അസ്വസ്ഥത നിറഞ്ഞതായിരുന്നു. ദേഷ്യത്തിന്റെ പുറത്ത് രീതിയെ വഴിയിൽ ഉപേക്ഷിച്ചു പോയെങ്കിലും മണിക്കൂറുകൾ പിന്നിട്ടതോടെ അവന്റെ ഉള്ളിലെ പുരുഷാഹങ്കാരം പതുക്കെ തണുക്കാൻ തുടങ്ങി. രാത്രി കനത്ത മഴ പെയ്യാൻ തുടങ്ങിയതോടെ അവന്റെ ഉള്ളിൽ ഭയം പിടിമുറുക്കി. വിജനമായ ആ മലയോര പാതയിൽ അവൾക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും എന്ന ചിന്ത അവന്റെ ഉറക്കം കെടുത്തി. ഒടുവിൽ കുറ്റബോധം സഹിക്കാനാവാതെ അർദ്ധരാത്രിയിൽ അവൻ കാറെടുത്ത് അവളെ വിട്ട സ്ഥലത്തേക്ക് തിരികെ പോയി. എന്നാൽ അപ്പോഴേക്കും സമയം ഒരുപാടായിരുന്നു. കനത്ത ഇരുട്ടിലും മഴയത്തും അവൻ രീതിയെ തിരഞ്ഞെങ്കിലും ആ വഴിയിലുടനീളം അവൾ എവിടെയും ഉണ്ടായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ അവൻ രഹസ്യമായി പലയിടത്തും അന്വേഷണം നടത്തിയെങ്കിലും യാതൊരു വിവരവും ലഭിച്ചില്ല. വീട്ടിൽ തിരിച്ചെത്തിയ പ്രഭാത് അച്ഛനോട് സത്യം മുഴുവൻ പറയാൻ ഭയന്നു. രീത തന്നോട് പിണങ്ങി അവളുടെ സ്വന്തം വീട്ടിലേക്ക് പോയി എന്നാണ് അവൻ കള്ളം പറഞ്ഞത്. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവൾ തിരിച്ചെത്താതിരുന്നതോടെ മഹേന്ദ്രൻ ചൗഹാൻ കാര്യങ്ങൾ അന്വേഷിക്കുകയും മകന്റെ ക്രൂരമായ പ്രവൃത്തി മനസ്സിലാക്കുകയും ചെയ്തു. തന്റെ ഏക മകൻ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തതറിഞ്ഞ ആ അച്ഛൻ വിങ്ങിപ്പൊട്ടി. ബന്ധങ്ങൾ നിലനിൽക്കുന്നത് പണത്തിന്റെയോ അധികാരത്തിന്റെയോ പുറത്തല്ല പ്രഭാത്, പരസ്പരം ബഹുമാനത്തിലാണ്. നീ ചെയ്തത് ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാണ് എന്ന് അദ്ദേഹം അവനെ ശകാരിച്ചു. പ്രഭാത് പിന്നീട് ദിവസങ്ങളോളം രീതിയെ തെരഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല. പതുക്കെ അവന്റെ തിരച്ചിലുകൾ അവസാനിച്ചെങ്കിലും അവന്റെ ഉള്ളിലെ കുറ്റബോധം ഒരു തീയായി അവനെ ഉള്ളിൽ നിന്നും ദഹിപ്പിച്ചുകൊണ്ടിരുന്നു. ഇപ്പുറത്ത് ഗ്രാമത്തിൽ രീത പതുക്കെ അവിടുത്തെ സാധാരണ ജീവിതവുമായി പൊരുത്തപ്പെടാൻ തുടങ്ങിയിരുന്നു. വിക്രമിന്റെയും അമ്മയുടെയും സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണെന്ന് അവൾക്ക് മനസ്സിലായി. വിക്രം പുലർച്ചെ മുതൽ രാത്രി വൈകും വരെ അധ്വാനം ചെയ്തിട്ടും ആ കുടുംബത്തിന്റെ ദാരിദ്ര്യം മാറുന്നുണ്ടായിരുന്നില്ല. ഒരു ദിവസം രീത വിക്രമിന്റെ ചെറിയ സൈക്കിൾ അറ്റകുറ്റപ്പണി കട സന്ദർശിച്ചു. അവിടെ ധാരാളം ഉപഭോക്താക്കൾ വരുന്നുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നുവെങ്കിലും വിക്രമിന്റെ ബിസിനസ് രീതി വളരെ പഴയതായിരുന്നു. കടയിൽ സാധനങ്ങൾ കൃത്യമായി ക്രമീകരിച്ചിരുന്നില്ല. യന്ത്രഭാഗങ്ങൾ ചിതറിക്കിടക്കുകയായിരുന്നു. കൂടാതെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി എഴുതി സൂക്ഷിക്കുന്ന ഒരു ശീലവും വിക്രമിനുണ്ടായിരുന്നില്ല. ഇത് പലപ്പോഴും അവന് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. റീത പതുക്കെ കടയുടെ കാര്യങ്ങളിൽ ഇടപെടാനും ചില മാറ്റങ്ങൾ വരുത്താനും തീരുമാനിച്ചു. അവൾ വിക്രമിന് ചില ബിസിനസ് നിർദ്ദേശങ്ങൾ നൽകാൻ തുടങ്ങി. ആദ്യം വിക്രമിന് ഇതൊന്നും തന്റെ ചെറിയ കടയിൽ വിജയിക്കുമെന്ന് തോന്നിയില്ലെങ്കിലും അവൻ രീതിയെ വിശ്വസിച്ച് അവൾ പറഞ്ഞതുപോലെ ചെയ്യാൻ തയ്യാറായി. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ആ കൊച്ചു കടയുടെ ഭാവം തന്നെ മാറി. സാധനങ്ങൾ കൃത്യമായി അടുക്കി വെക്കുകയും കണക്കുകൾ ശരിയാക്കുകയും ചെയ്തതോടെ ബിസിനസ്സിൽ വലിയ പുരോഗതിയുണ്ടായി. കൂടുതൽ ആളുകൾ വിക്രമിന്റെ കടയെ ആശ്രയിക്കാൻ തുടങ്ങി. വരുമാനം മുൻപത്തേക്കാൾ ഇരട്ടിയായി വർദ്ധിച്ചു. വിക്രമിന് ആദ്യമായി മനസ്സിലായി, റീത വെറും ഒരു സാധാരണ പെൺകുട്ടിയല്ല, മറിച്ച് ബിസിനസ്സിൽ അസാധാരണമായ അറിവും പക്വതയുമുള്ള ആളാണെന്ന്. ഒരു വൈകുന്നേരം കട പൂട്ടിയ ശേഷം അവൻ കൗതുകത്തോടെ അവളോട് ചോദിച്ചു, നിനക്കെങ്ങനെയാണ് ബിസിനസിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ അറിയാവുന്നത്? അപ്പോഴാണ് റീത തന്റെ അച്ഛനെ കുറിച്ചും ഭൂതകാലത്തെക്കുറിച്ചും അവരോട് തുറന്ന് സംസാരിക്കുന്നത്. തന്റെ അച്ഛൻ ഒരു ചെറിയ മെഷീൻ നിർമ്മാണ യൂണിറ്റ് നടത്തിയിരുന്നതും ചെറുപ്പം മുതലേ താൻ അച്ഛന്റെ കൂടെ പോയി ബിസിനസിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നും അവൾ പറഞ്ഞു. വിക്രം വളരെ ആദരവോടെ അവളുടെ വാക്കുകൾ കേട്ടിരുന്നു. നിന്റെ ഒരു ചെറിയ ഉപദേശം കൊണ്ട് എന്റെ കൊച്ചു കടയുടെ ഭാഗ്യം മാറിയെങ്കിൽ ശരിയായ രീതിയിൽ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ നിനക്ക് കഴിയും എന്നവൻ ഉറപ്പിച്ചു പറഞ്ഞു. ആ വാക്കുകൾ റീതയുടെ മനസ്സിൽ പുതിയൊരു ചിന്തക്ക് തിരികൊളുത്തുകയായിരുന്നു. കാലം പതുക്കെ മുന്നോട്ട് നീങ്ങി. റീത ഇപ്പോൾ വിക്രമിന്റെ ചെറിയ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയായിരുന്നു ജീവിച്ചിരുന്നത്. കമലാദേവി അവളെ സ്വന്തം മകളെ പോലെയും വിക്രം അവളെ ഒരു മൂത്ത സഹോദരിയെ പോലെയുമാണ് ബഹുമാനിച്ചിരുന്നത്. കടയിലെ വരുമാനം വർദ്ധിച്ചതോടെ ആ കുടുംബത്തിന്റെ ദാരിദ്ര്യം പതുക്കെ മാറിത്തുടങ്ങി. എങ്കിലും റീതയുടെ ചിന്തകൾ അതിലൊതുങ്ങുന്നതായിരുന്നില്ല. വിക്രമിന്റെ അധ്വാനവും ആത്മാർത്ഥതയും ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ വലിയൊരു ബിസിനസ് കെട്ടിപ്പടുക്കാൻ കഴിയുമെന്ന് അവൾക്കുറപ്പായിരുന്നു. ഒരു ദിവസം ഗ്രാമത്തിന്റെ അതിർത്തിയിലുള്ള വിജനമായ വഴിയിലൂടെ നടക്കുമ്പോൾ റീത വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന വലിയൊരു പഴയ വർക്ക്ഷോപ്പ് കണ്ടു. വലിയൊരു കെട്ടിടവും അതിനുള്ളിൽ തുരുമ്പെടുത്ത് തുടങ്ങിയ ധാരാളം യന്ത്രങ്ങളും അവിടെയുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് വലിയ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ആ വർക്ക്ഷോപ്പ് നഷ്ടം കാരണം ഉടമസ്ഥൻ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അത് വിൽക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അത്രയും വലിയ തുക നൽകി ആ കെട്ടിടം വാങ്ങാൻ ആരും മുന്നോട്ട് വന്നിരുന്നില്ല. റീത ദിവസങ്ങളോളം ആ വർക്ക്ഷോപ്പ് ദൂരെ നിന്ന് നിരീക്ഷിച്ചു. അവളുടെ മനസ്സിൽ വലിയൊരു ബിസിനസ് പ്ലാൻ രൂപപ്പെടുന്നുണ്ടായിരുന്നു. ഒരു വൈകുന്നേരം അവൾ വിക്രമിനോട് തന്റെ മനസ്സ് തുറന്നു. വിക്രം, ആ പൂട്ടിക്കിടക്കുന്ന പഴയ വർക്ക്ഷോപ്പ് കണ്ടില്ലേ? നമുക്കത് വിലക്ക് വാങ്ങുകയോ ലീസിനെടുക്കുകയോ ചെയ്ത് വീണ്ടും തുടങ്ങിയാലോ? ശരിയായ രീതിയിൽ പ്ലാൻ ചെയ്താൽ മെഷീൻ പാർട്സുകൾ ഉണ്ടാക്കുന്ന വലിയൊരു കമ്പനിയാക്കി മാറ്റാൻ നമുക്ക് കഴിയും. റീതയുടെ ഈ വാക്കുകൾ കേട്ട് വിക്രം ആദ്യം അമ്പരന്നു. പിന്നീട് അവൻ ചിരിക്കാൻ തുടങ്ങി. മോളെ, നമ്മൾ സാധാരണഗതിയിലുള്ള ആളുകളാണ്. ഒരു സൈക്കിൾ കട നടത്തുന്ന എനിക്ക് എങ്ങനെയാണ് അത്രയും വലിയ കെട്ടിടവും യന്ത്രങ്ങളും വാങ്ങാൻ കഴിയുക? അത് നമ്മുടെ നിലക്ക് പറ്റിയതല്ല, വിക്രം തന്റെ പരിമിതികൾ ഓർത്ത് പറഞ്ഞു. എന്നാൽ റീത അവന്റെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ജീവിതത്തിൽ വലിയ ആളാകാൻ ആദ്യം നമ്മൾ വലുതായി ചിന്തിക്കാൻ പഠിക്കണം വിക്രം. നിന്റെ കയ്യിൽ അധ്വാനം ചെയ്യാനുള്ള മനസ്സുണ്ട്, എന്റെ കയ്യിൽ അതിനുള്ള ശരിയായ പ്ലാനുമുണ്ട്. നമ്മൾ സത്യസന്ധമായി ശ്രമിച്ചാൽ ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയും. എന്നെ വിശ്വസിക്കൂ. റീതയുടെ കണ്ണുകളിലെ ആത്മവിശ്വാസം വിക്രമിന് വലിയൊരു ഊർജം നൽകി. ഇതുവരെ അവൾ പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം അവന്റെ ബിസിനസ്സിൽ വലിയ വിജയമാണ് നൽകിയത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും അവൾക്കൊപ്പം നിൽക്കാൻ അവൻ ധൈര്യം സംഭരിച്ചു. അങ്ങനെ അവർ ഇരുവരും ചേർന്ന് ആ വർക്ക്ഷോപ്പിന്റെ ഉടമസ്ഥനെ പോയി കണ്ടു. കെട്ടിടത്തിന്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. യന്ത്രങ്ങളെല്ലാം പൊടി പിടിച്ച് ചുമരുകളെല്ലാം തകർന്നു കിടക്കുകയാണ്. മറ്റുള്ളവർ അവിടെ വെറും ഒരു നാശനഷ്ടം മാത്രം കണ്ടപ്പോൾ റീത അവിടെ വലിയൊരു ഭാവി കണ്ടു. ഉടമസ്ഥൻ വർഷങ്ങളായി അത് വിൽക്കാൻ കഴിയാത്തതുകൊണ്ട് വിചാരിച്ചതിലും കുറഞ്ഞ വിലക്ക് അത് നൽകാമെന്ന് സമ്മതിച്ചു. എങ്കിലും ആ തുക വിക്രമിനെ സംബന്ധിച്ച് വളരെ വലുതായിരുന്നു. അന്ന് രാത്രി അവർ വീട്ടിലെത്തി അമ്മയോട് കാര്യങ്ങൾ സംസാരിച്ചു. വിക്രം തന്റെ വർഷങ്ങളായുള്ള സമ്പാദ്യം മുഴുവൻ പുറത്തെടുത്തു. അതുകൊണ്ടും തുക തികയുമായിരുന്നില്ല. ആ സമയത്ത് കമലാദേവി ഉള്ളിലേക്ക് പോയി തങ്ങളുടെ ചെറിയ കൃഷിഭൂമിയുടെ ആധാരവുമായി തിരിച്ചു വന്നു. മക്കളെ, ഇത് പണയം വെച്ചോ വിറ്റോ ബാക്കി തുക കണ്ടെത്തിക്കോളൂ. നിങ്ങളുടെ മനസ്സും ലക്ഷ്യവും ശുദ്ധമാണെങ്കിൽ ദൈവം അതിനുള്ള വഴി കാണിച്ചു തരും. എനിക്ക് നിങ്ങളെ വിശ്വാസമാണ് എന്ന അമ്മ അവരെ അനുഗ്രഹിച്ചു. അമ്മയുടെയും റീതയുടെയും പിന്തുണ വിക്രമിന്റെ കണ്ണുകളെ നനയിപ്പിച്ചു. അങ്ങനെ ആ പൂട്ടിക്കിടക്കുന്ന വലിയ വർക്ക്ഷോപ്പ് അവർ സ്വന്തമാക്കി. തുരുമ്പെടുത്ത യന്ത്രങ്ങൾക്കും തകർന്ന ചുവരുകൾക്കും ഇടയിൽ ആദ്യമായി ഉടമസ്ഥരായി നിന്നുകൊണ്ട് റീത പറഞ്ഞു, ഇന്നിതൊരു വിജനമായ സ്ഥലമായിരിക്കാം വിക്രം, എന്നാൽ വരും വർഷങ്ങളിൽ ഇവിടെ നൂറുകണക്കിന് ആളുകൾക്ക്
ജോലി ലഭിക്കും. ഇത് നമ്മുടെ വിജയത്തിന്റെ പുതിയൊരു തുടക്കമാണ്. വർക്ക്ഷോപ്പ് സ്വന്തമാക്കിയതിനു ശേഷമുള്ള മാസങ്ങൾ കടുത്ത പോരാട്ടത്തിന്റേതായിരുന്നു. പുലർച്ചെ മുതൽ അർദ്ധരാത്രി വരെ വിക്രമും രീതയും ആ പഴയ കെട്ടിടത്തിൽ അധ്വാനം ചെയ്തു. പണമില്ലാത്തതുകൊണ്ട് തൊഴിലാളികളെ വെക്കാതെ തുരുമ്പെടുത്ത മെഷീനുകൾ ഓരോന്നായി അവർ സ്വന്തം കൈകൊണ്ട് തുടച്ച് വൃത്തിയാക്കി അറ്റകുറ്റപ്പണികൾ നടത്തി. പുതിയ ഓർഡറുകൾക്കായി റീത ചുറ്റുമുള്ള ചെറുതും വലുതുമായ കമ്പനികൾ നേരിട്ട് സന്ദർശിച്ചു. അവളുടെ ബിസിനസ് അറിവും മികച്ച ആശയവിനിമയ ശൈലിയും കാരണം പതുക്കെ അവർക്ക് ചെറിയ ഓർഡറുകൾ ലഭിക്കാൻ തുടങ്ങി. വിക്രം തികഞ്ഞ ആത്മാർത്ഥതയോടെയും കൃത്യതയോടെയും ആ ഓർഡറുകൾ പൂർത്തിയാക്കാൻ നൽകി. തുടക്കത്തിൽ മാസാവസാനം തൊഴിലാളികൾക്ക് ശമ്പളവും ലോൺ അടവും കഴിഞ്ഞാൽ ഇവർക്ക് ജീവിക്കാൻ വളരെ ചെറിയ തുക മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ചിലപ്പോഴൊക്കെ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അവർ ഒട്ടും നിരാശയായില്ല. പതുക്കെ പതുക്കെ വിപണിയിൽ അവരുടെ കമ്പനിയുടെ പേര് പ്രശസ്തമായി മാറി. ഉയർന്ന ഗുണനിലവാരമുള്ള മെഷീൻ പാർട്സ് നിർമ്മാണത്തിൽ അവർ വലിയൊരു ബ്രാൻഡായി വളർന്നു. ആദ്യം 5 തൊഴിലാളികൾ ഉണ്ടായിരുന്ന വർക്ക്ഷോപ്പിൽ പിന്നീട് 20ഉം ഒടുവിൽ 100-ലധികം തൊഴിലാളികളും ജോലി ചെയ്യാൻ തുടങ്ങി. പൂട്ടിക്കിടന്ന ആ കെട്ടിടത്തിൽ ഇപ്പോൾ യന്ത്രങ്ങളുടെ വലിയ ശബ്ദവും തൊഴിലാളികളുടെ തിരക്കും മാത്രമായിരുന്നു. വിക്രമിന്റെയും രീതയുടെയും അധ്വാനം വലിയൊരു വിജയമായി മാറിയത് കണ്ട് കമലാദേവിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. 4 വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. ആ പഴയ വർക്ക്ഷോപ്പ് ഇപ്പോൾ ആധുനിക സൗകര്യങ്ങളുള്ള വലിയൊരു കമ്പനിയായി മാറിയിരുന്നു. രീത കമ്പനിയുടെ ഡയറക്ടറായി കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചു. വിക്രം പ്രൊഡക്ഷൻ വിഭാഗം നോക്കി നടത്തി. ബിസിനസ്സിൽ വലിയ വിജയം നേടിയെങ്കിലും രീതിയുടെ മനസ്സിൽ ഇപ്പോഴും ഒരു വലിയ ശൂന്യത ബാക്കിയുണ്ടായിരുന്നു. അവൾ രാത്രികളിൽ ടെറസിൽ വന്നിരുന്ന് തന്റെ ഭൂതകാലത്തെക്കുറിച്ചും പ്രഭാതിനെക്കുറിച്ചും ഓർക്കും. അവൻ തന്നോട് ചെയ്ത ക്രൂരതകൾ മറക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവനോടൊപ്പം ചിലവഴിച്ച നല്ല നാളുകളും അവളുടെ മനസ്സിലുണ്ടായിരുന്നു. അവൻ ഇപ്പോൾ എവിടെയായിരിക്കും, എങ്ങനെ ജീവിക്കുന്നുണ്ടാകും എന്നവൾ പലപ്പോഴും ചിന്തിച്ചു. അതേസമയം ഹരിദ്വാറിൽ പ്രഭാതിന്റെ ജീവിതം പൂർണ്ണമായും തകർന്നു പോയിരുന്നു. റീത പോയതിനു പിന്നാലെ അവന്റെ അച്ഛൻ മഹേന്ദ്രൻ ചൗഹാന്റെ ആരോഗ്യം വഷളാവുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ബിസിനസ് പരിചയമില്ലാത്ത പ്രഭാതിന് കമ്പനി ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അവന്റെ അഹങ്കാരവും തെറ്റായ തീരുമാനങ്ങളും കാരണം ബിസിനസ്സിൽ വലിയ നഷ്ടം സംഭവിച്ചു. കടം വീട്ടാനായി വലിയ ബംഗ്ലാവും സ്വത്തുക്കളും ഓരോന്നായി വിൽക്കേണ്ടി വന്നു. ഹരിദ്വാറിലെ ഏറ്റവും വലിയ ധനിക കുടുംബം ഇന്ന് ജീവിക്കാൻ പോലും കഷ്ടപ്പെടുന്ന അവസ്ഥയിലായി മാറി. പ്രഭാതിന്റെ അമ്മയും രോഗബാധിതയായി കിടപ്പിലായി. അമ്മയുടെ മരുന്നിനുള്ള പണം കണ്ടെത്താൻ പോലും അവൻ ബുദ്ധിമുട്ടി. അന്ന് ഞാൻ ആ ദേഷ്യവും അഹങ്കാരവും നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ എന്റെ ജീവിതം ഇങ്ങനെയാകില്ലായിരുന്നു എന്നവൻ പല രാത്രികളിലും ഓർത്ത് കരഞ്ഞു. കാലം അവനെ പാവപ്പെട്ടവരുടെ വില മനസ്സിലാക്കിച്ചു കൊടുക്കുകയായിരുന്നു. തന്റെ രോഗിയായ അമ്മയുടെ ചികിത്സക്കും ചെലവുകൾക്കുമായി പ്രഭാതിന് ഒരു ജോലി അത്യാവശ്യമായിരുന്നു. അങ്ങനെ അവൻ പല കമ്പനികളിലും അഭിമുഖങ്ങളിൽ പങ്കെടുത്തു തുടങ്ങി. ആ സമയത്താണ് രീതയുടെയും വിക്രമിന്റെയും വലിയ കമ്പനിയിൽ പുതിയ ജീവനക്കാരെ ആവശ്യമുണ്ട് എന്ന പരസ്യം അവൻ കാണുന്നത്. ശമ്പളം കൂടുതലായതുകൊണ്ട് പ്രഭാതും ആ ജോലിക്ക് അപേക്ഷിച്ചു. അങ്ങനെ ഇന്റർവ്യൂവിന്റെ ദിവസം വന്നെത്തി. രീത തന്റെ ക്യാബിനിൽ ഇരുന്നു കൊണ്ട് ഓരോ ആളുകളുടെയും ഫയലുകൾ പരിശോധിക്കുകയാണ്. ഉച്ചയോടടുത്തപ്പോൾ പുറത്തു നിന്നുള്ള ജീവനക്കാർ അടുത്ത ആളുടെ പേര് വിളിച്ചു. ക്യാബിന്റെ വാതിൽ പതുക്കെ തുറക്കപ്പെട്ടു. സാധാരണ വസ്ത്രം ധരിച്ച മുഖത്ത് കടുത്ത ക്ഷീണം വ്യക്തമായി കാണുന്ന ഒരു യുവാവ് ഉള്ളിലേക്ക് കടന്നു വന്നു. അവൻ തല ഉയർത്തി മുന്നിലിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിയ നിമിഷം അവന്റെ കാലുകൾ അവിടെ തന്നെ ഉറച്ചുപോയി. മുന്നിലിരിക്കുന്ന കസേരയിൽ ഇരിക്കുന്നത് മറ്റാരുമല്ല, താൻ 4 വർഷം മുമ്പ് വഴിയിൽ ഉപേക്ഷിച്ച തന്റെ ഭാര്യ രീതയാണ്. രീതയും പെട്ടെന്ന് നെട്ടിപ്പോയി. ഇരുവരും പരസ്പരം നോക്കി കുറച്ച് നിമിഷങ്ങൾ സ്തംഭിച്ചു നിന്നു. രീത വളരെ പെട്ടെന്ന് തന്നെ തന്റെ മനസ്സിനെ നിയന്ത്രിച്ച് ശാന്തമായി പറഞ്ഞു, ഇരിക്കൂ. പ്രഭാത് വിറക്കുന്ന കൈകളോടെ മുന്നിലെ കസേരയിൽ ഇരുന്നു. അവന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. രീത ഫയൽ നോക്കി ചില ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും പ്രഭാതിന്റെ ശ്രദ്ധ എവിടെയോ ആയിരുന്നു. ഒടുവിൽ അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, രീത, എനിക്ക് ജോലി കിട്ടിയാലും ഇല്ലെങ്കിലും എനിക്ക് നിന്നോട് ഒരു കാര്യം പറയണം. അന്ന് ഞാൻ ചെയ്തത് ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റാണ്. എന്റെ അഹങ്കാരം കാരണം ഞാൻ നിന്നെ വഴിയിൽ ഉപേക്ഷിച്ചു. എന്നോട് ക്ഷമിക്കണം. പ്രഭാതിന്റെ ശബ്ദം ഇടരുന്നുണ്ടായിരുന്നു. രീത ഒന്നും മിണ്ടാതെ അവന്റെ വാക്കുകൾ കേട്ടിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവൾ പറഞ്ഞു, നിങ്ങൾക്ക് ജോലിയുടെ ആവശ്യമുണ്ടെങ്കിൽ നാളെ മുതൽ ജോലിക്ക് കയറിക്കോളൂ. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. പിറ്റേ ദിവസം മുതൽ പ്രഭാത് ആ കമ്പനിയിൽ ഒരു സാധാരണ ജീവനക്കാരനായി ജോലി ചെയ്യാൻ തുടങ്ങി. താൻ ഈ കമ്പനിയുടെ MD-യുടെ മുൻകാല ഭർത്താവാണെന്ന പത്രാസോ അഹങ്കാരമോ അവൻ ഒരിടത്തും കാണിച്ചില്ല. മറ്റെല്ലാ ജീവനക്കാരെയും പോലെ അവൻ കൃത്യസമയത്ത് ഓഫീസിലെത്തുകയും അധ്വാനം ചെയ്യുകയും ചെയ്തു. പഴയ അഹങ്കാരിയായ പ്രഭാതിനെ രീതയ്ക്കിപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞില്ല. പകരം തെറ്റുകൾ മനസ്സിലാക്കി പശ്ചാത്താപിക്കുന്ന
എന്ന തികച്ചും വിനീതനായ ഒരു പുതിയ മനുഷ്യനെയാണ് അവൾ കണ്ടത്. ഒരു ദിവസം അവൾ പ്രഭാതിനെ വിളിച്ച് അവന്റെ അമ്മയുടെ ആരോഗ്യ വിവരങ്ങൾ അന്വേഷിച്ചു. അപ്പോഴാണ് തന്റെ അച്ഛന്റെ മരണത്തെക്കുറിച്ചും കുടുംബം തകർന്നതിനെക്കുറിച്ചും അമ്മ കിടപ്പിലായതിനെക്കുറിച്ചും പ്രഭാത് രീതിയോട് തുറന്നു പറയുന്നത്. അമ്മയുടെ മരുന്നിനുള്ള പണം കണ്ടെത്താനാണ് താൻ ഈ ജോലിക്ക് വന്നതെന്നും അവൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രീതിയുടെ മനസ്സലിയാൻ തുടങ്ങി. ജീവിതം പ്രഭാതിനെ നല്ലൊരു പാഠം പഠിപ്പിച്ചിരിക്കുന്നു എന്നവൾക്ക് മനസ്സിലായി. ഒരു വൈകുന്നേരം ജോലി കഴിഞ്ഞ സമയത്ത് രീത ഓഫീസിന്റെ ടെറസിൽ നിൽക്കുമ്പോൾ വിക്രം അങ്ങോട്ടേക്ക് വന്നു. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിനക്കിപ്പോഴും അവനെ മറക്കാൻ കഴിഞ്ഞില്ലേ? രീത കുറച്ചു നേരം മൗനമായിരുന്ന ശേഷം പറഞ്ഞു, മറക്കാൻ ശ്രമിച്ചതാണ് വിക്രം, പക്ഷേ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. വിക്രം അവളെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് തെറ്റുകൾ പറ്റാം മോളെ. ഞാൻ പ്രഭാതിനെ ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ പൂർണ്ണമായും മാറിക്കഴിഞ്ഞു. അവന് നീ ജീവിതത്തിൽ രണ്ടാമതൊരു അവസരം കൂടി നൽകണം. വിക്രമിന്റെ വാക്കുകൾ രീതിയെ ആഴത്തിൽ ചിന്തിപ്പിച്ചു. പിറ്റേന്ന് പ്രഭാതിനെ തന്റെ ക്യാബിനേക്ക് വിളിപ്പിച്ചു. അവൾ അവനെ നോക്കി ശാന്തമായി പറഞ്ഞു, അന്ന് നമ്മൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ശാന്തമായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം മറ്റൊന്നാകുമായിരുന്നു. ദേഷ്യത്തിന്റെ പുറത്ത് ഞാനും എന്റെ വാശിയിൽ ഉറച്ചു നിന്നു. എന്നാൽ പ്രഭാത് വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, അല്ല രീത, ഏറ്റവും വലിയ തെറ്റ് എന്റേതായിരുന്നു. എന്റെ അഹങ്കാരം കാരണമാണ് ഞാൻ നിന്നെ അന്ന് തനിച്ചാക്കിയത്. ആ കുറ്റബോധം എനിക്ക് ജീവിതകാലം മുഴുവൻ ഉണ്ടാകും. അവന്റെ കണ്ണുകളിൽ യഥാർത്ഥ പശ്ചാത്താപം രീതക്ക് കാണാമായിരുന്നു. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം രീത ചോദിച്ചു, കഴിഞ്ഞുപോയ ഭൂതകാലത്തെ മാറ്റാൻ കഴിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഭാവിക്കായി ഒരവസരം കൂടി നൽകിക്കൂടെ? ആ വാക്കുകൾ കേട്ടതും പ്രഭാതിന്റെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ പുതിയൊരു വെളിച്ചം മിന്നിമറഞ്ഞു. രീത തന്റെ തീരുമാനം വിക്രമിനെയും കമലാദേവിയെയും അറിയിപ്പിച്ചപ്പോൾ അവർ രണ്ടുപേരും വളരെയധികം സന്തോഷിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഇരു കുടുംബങ്ങളുടെയും സാന്നിധ്യത്തിൽ ലളിതമായ ചടങ്ങിൽ വെച്ച് പ്രഭാതും രീതിയും വീണ്ടും ഒന്നായി. ഈ പുതിയ തുടക്കത്തിൽ പണത്തിന്റെ കൊഴുപ്പോ അഹങ്കാരമോ ഉണ്ടായിരുന്നില്ല. പകരം പരസ്പരം ബഹുമാനവും സ്നേഹവും മാത്രമാണ് ഉണ്ടായിരുന്നത്. പ്രഭാത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം പഠിച്ചു കഴിഞ്ഞിരുന്നു. മനുഷ്യന്റെ യഥാർത്ഥ വില അവന്റെ പണത്തിലല്ല, മറിച്ച് അവൻ മറ്റുള്ളവരോട് കാണിക്കുന്ന പെരുമാറ്റത്തിലാണ്.